ഒരിക്കലെങ്കിലും ബിസിനസ് തുടങ്ങുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടുള്ളവരായിരിക്കും നമ്മളിൽ പലരും. അത്തരത്തിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞെടുക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് യൂട്യൂബ്. ഡിജിറ്റൽ കണ്ടന്റ് സൃഷ്ടിക്കുന്നവർക്ക് ഏറ്റവും ലാഭകരമായ പ്ലാറ്റ്ഫോമായി മാറിയിരിക്കുകയാണ് യൂട്യൂബ്. തങ്ങളുടെ കഴിവ് തന്നെ ഫുൾ ടൈം കരിയറാക്കി മാറ്റാൻ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് കഴിയും. എന്റർടൈൻമെന്റ്, ടെക്നോളജി, വിദ്യാഭ്യാസം, ഗെയിമിംഗ്, ലൈഫ് സ്റ്റൈൽ എന്നിങ്ങനെ ഓരോ വിഭാഗത്തിലും ലക്ഷക്കണക്കിന് വീഡിയോസാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇത്തരത്തിൽ വലിയ റീച്ച് ലഭിക്കുന്നതിനാൽ തന്നെ ഇൻഫ്ലുവൻസർമാർ, വ്ളോഗർമാർ, ബിസിനസ്സുകാർ എന്നിവർക്കെല്ലാം നല്ലൊരു വരുമാന മാർഗം കൂടിയാണ് യൂട്യൂബ്. എങ്ങനെയാണ് യൂട്യൂബിലെ കണ്ടന്റുകൾക്ക് വരുമാനം ലഭിക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലെ ഉള്ളടക്കം, കാഴ്ചക്കാരന്റെ ലൊക്കേഷൻ, ആഡ് എൻഗേജ്മെന്റ്, പരസ്യം നൽകുന്നവരുടെ മൊത്തത്തിലുള്ള ഡിമാൻഡ് എന്നിവയെല്ലാം അടിസ്ഥാനമാക്കിയാണ് വരുമാനം ലഭിക്കുക. യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാമിലൂടെയാണ് യൂട്യൂബ് ക്രിയേറ്റർമാർക്ക് പണം നൽകുന്നത്. ഈ പ്രോഗ്രാമിന്റെ ഭാഗമാകണമെങ്കിൽ കുറഞ്ഞത് 1000 സബ്സ്ക്രൈബേഴ്സ് എങ്കിലും ചാനലിനുണ്ടാകണം. 12 മാസത്തിനുള്ളിൽ 4000 വാച്ചവേഴ്സും വേണം. അപേക്ഷയ്ക്ക് അനുമതി ലഭിച്ചാൽ ക്രിയേറ്റേഴ്സിന് പണം ലഭിച്ചു തുടങ്ങും. ഇത് ഇവരുടെ വീഡിയോയ്ക്കിടയിൽ പ്രത്യക്ഷപ്പെടുന്ന പരസ്യങ്ങളിലൂടെ ആയിരിക്കും. ഇതിൽ 45% യൂട്യൂബിനും 55% ക്രിയേറ്റേഴ്സിനും ലഭിക്കും. രാജ്യം, കണ്ടന്റ്, കാഴ്ചക്കാരുടെ ഡെമോഗ്രാഫിക്സ്, വീഡിയോയ്ക്കുണ്ടായ എൻഗേജ്മെന്റ് എന്നിവയെല്ലാം ആശ്രയിച്ച് പേയ്മെന്റിന് മാറ്റം വരാം. $50നും $5 ഇടയിലാകും 1000 വ്യൂവിന് ലഭിക്കുന്ന വരുമാനം. അത് എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ വ്ളോഗ് എന്നിവയാണെങ്കിൽ 1000 വ്യൂവിന് $0.50 മുതൽ $2 ആകും ലഭിക്കുക. ടെക് ആൻഡ് ഗാഡ്ജറ്റ്സിന് ഇത് $2 മുതൽ $4 ആയിരിക്കും. ഫിനാൻസ്, ബിസിനസ് വിഭാഗത്തിന് $5 മുതൽ $10 വരെ ആകുമ്പോൾ വിദ്യാഭ്യാസ സംബന്ധമായ വീഡിയോകൾക്ക് ഇത് $1 മുതൽ $4 വരെ ലഭിക്കും. സാമ്പത്തികമായ ഉപദേശങ്ങൾ, ബിസിനസ് ടിപ്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നിവയ്ക്ക് പരസ്യക്കാർ വലിയ തുക നൽകാറുണ്ട്. അതേസമയം സാധാരണ എന്റർടൈൻമെന്റ് ചാനലുകൾക്ക് കുറഞ്ഞ ആഡ് റേറ്റ് ആകും ഉണ്ടാവുക. ഇതുകൂടാതെ ചാനൽ മെമ്പർഷിപ്പുകൾ, സൂപ്പർ സ്റ്റിക്കറുകൾ, ചാറ്റുകൾ, ബ്രാൻഡ് സ്പോൺസർഷിപ്പുകൾ, കൊളാബുകൾ, മാർക്കറ്റിംഗ്, മെർച്ചൻഡൈസ് സെയിൽസ് എന്നിവയിലൂടെയെല്ലാം വരുമാനം ഉണ്ടാക്കാം.